കിട്ടില്ല സാധനം. അപ്പോൾ ഇതിന് എന്തൊക്കെ സ്പെഷ്യൽ മസാലയിൽ എന്ത് ചെയ്യാൻ പോകണം നമ്മൾ? ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെട്ടിയിട്ട് ക്ലീനാക്കി വെക്കട്ടെ നമ്മൾ. ഓക്കെ, എന്താണല്ലേ എന്താ വലുപ്പം. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കാണാം. സുന്ദര കുട്ടപ്പനാക്കി എടുക്കേണ്ടി വരുന്നുണ്ട്. നമ്മളെ വൃത്തിയാക്കി ഇങ്ങനെ വെട്ടി പാതി പീസാക്കിയിട്ടുണ്ട്. തിന്നണ്ടല്ലേ, അതിന് പാതി വെട്ടാനുണ്ട്, വെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ചെറിയൊരു പീസ് ഇതാക്കിയിട്ടുണ്ട്, കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനെ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയൊക്കെ നമ്മൾ ഫ്രീസറിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ ഭാഗം മാത്രം നമ്മൾ ഇന്നേക്ക് പൊള്ളിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ മസാല വരട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം. നല്ല സ്പെഷ്യൽ ഐറ്റം മസാല അവിടെ മിക്സ് ചെയ്ത് വെച്ച് ഇനിയിപ്പോൾ അടുത്തതും കൂടെ നമ്മുടെ നാടനാക്കിയിട്ട് റെഡിയാൻ വേണ്ടിയിട്ടാണ്. നാടൻ വെച്ചാൽ കുരുമുളക് പിന്നെ ഉപ്പ് അങ്ങനെ ഐറ്റം മാത്രം ഇട്ടിട്ട് ചെയ്യാനുള്ളത്. ഇത് സ്പെഷ്യൽ മസാല ഐറ്റം. ഓക്കെ, രഹസ്യക്കൂട്ട്. ഇത് ആർക്കും പറഞ്ഞു തരില്ല, വേണ്ട ഒരു കമൻറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ അലുമിനിയം ഫോയിൽ റെഡിയാക്കുന്നുണ്ട്. നമുക്ക് ഈ സാധനത്തിന് എന്നിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വെക്കണം. അതായത് ഇതിൻ്റെ മസാലകൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് പൊതിഞ്ഞ് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വയ്ക്കാം. ഓക്കെ, എന്തായാലും അത് പൊതിയട്ടെ. അപ്പോൾ ഈ ചേട്ടൻ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. ചെറിയൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഉണ്ട്, ബട്ടർ. ബട്ടർ ഒന്ന് ചേർക്കുന്നതല്ല, ഒരുപാട് വേണ്ട, ലൈറ്റായിട്ട് മതി ബട്ടർ. അതും കൂടെ ചേർക്കുക, അങ്ങോട്ട് പൊതിക്കുക. അപ്പോൾ ബട്ടർ റെഡി. പൊടിഞ്ഞ് അതൊക്കെ വെച്ചിട്ടുണ്ട്. അത്ര തന്നെ. അപ്പോൾ അങ്ങനെ അടുത്തത് റെഡിയാക്കുകയാണ്. ഉപ്പ്, അതിലിട്ട് ഉപ്പിടുണ്ട്. അടുത്തതിൽ ഉപ്പ് വരട്ടുണ്ട്. അതിൽ കുത്തണ്ട, അതിൽ കുത്തണം. വേണ്ട, കുറച്ചും കൂടെ വേണം. ഇട്ടോ ഉണ്ടോ? വേണ്ട, കൂടുതലാണ് വേണ്ട. പെപ്പർ, ഒരംശം പെപ്പർ. പാത്രങ്ങളൊക്കെ ഇങ്ങനെ കിടക്കാനായിട്ട് കച്ചറയൊന്നും കിട്ടുന്നുണ്ടാവും. ഇവിടെയൊക്കെ എത്രയൊക്കെ സ്ഥലമുള്ളൂ അല്ലേ? അവിടെ കുരുമുളക്, ഇനി നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ചതച്ചത്,
അത് ചേർത്തുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്താണ് ചേട്ടാ? ഓരോ പരീക്ഷണങ്ങൾ അത്ര തന്നെ. അപ്പോൾ ഇതിനെ എടുത്ത് അലുമിനിയം ഫോയിലങ്ങോട്ട് പൊതിയാം. ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓവൻ റെഡി ആയിട്ടുണ്ട്. നല്ല അപ്പോൾ മൊത്തം 3 പീസാക്കിയിട്ടാണ് വെക്കുന്നത്. ഉള്ളിൽ 2 പീസുണ്ട്, പിന്നെ 1 പീസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓവൻ കത്തിക്കാം. ഓക്കെ ഓക്കെ, ഓവൻ റെഡി ആയി. ഓക്കെ, അപ്പോൾ അത് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അല്ല ഇനിയിപ്പോൾ ഒരെണ്ണം കൂടെ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. അതും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതും കൂടെ വയ്ക്കുന്നുണ്ട്. ഓക്കെ, അതും പൊതിഞ്ഞുകൊണ്ടിരിക്കണം. ഇത് പടച്ച് വയ്ക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം നമുക്ക്. നല്ല മേലെ 2 എണ്ണം ഓവണിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാധനങ്ങളില്ല, ഇത് അതിൻ്റെ മേലെ വെക്കാനുള്ള ഒരു സലാഡ് പോലത്തെയാണ്. ഇതൊന്ന് പൊരിച്ചെടുക്കലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നല്ല പാന വെച്ച് ചൂടാക്കി ഒരു സ്പെഷ്യൽ മസാല ഇട്ടിട്ട് അതിന് ചേട്ടൻ ചെയ്തെടുക്കും. ഓക്കെ, അതിന് കുറച്ച് എണ്ണ ഒഴിച്ചു. സ്പെഷ്യൽ മസാല അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബട്ടർ ഇടുക. സ്പൂണ് തന്നെ എടുക്കല്ലോ. അല്ല, കുറച്ച് ബട്ടർ. ഇപ്പം ഇതെങ്ങനെ ചെയ്തെടുക്കണ്ടേ, ഇത് ഉരുകി വരുന്നുണ്ട്. അതങ്ങോട്ട് അരിഞ്ഞു. ഒന്ന് ചൂടാക്കി എടുക്കുക. അത്ര തന്നെ. ഒരു സലാഡ് അതിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനുള്ള ഒരു സലാഡ് ഉണ്ടാക്കുന്നു. ഓക്കെ, ഇനി ക്യാപ്സിക്കം, അങ്ങനെ ക്യാപ്സിക്കം ഇട്ട് അതിന് ചൂടാക്കി എടുക്കുക. അത്ര തന്നെ. ഇനി അതിൻ്റെ കൂടെ സ്പെഷ്യൽ മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. സ്പെഷ്യൽ മസാല വേറൊന്നുമില്ല, കഴിഞ്ഞു. ഓക്കെ, റെഡി. നമ്മുടെ കാന്താരി മസാല വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഓവണിനടുത്താണ്. എങ്ങനെ ഉണ്ട് നോക്കാം. ആവി വറക്കണം എന്നല്ലേ, ആവി വറക്കണുണ്ടല്ലേ. നമ്മൾ വെന്തിട്ടില്ല വിചാരിച്ചു, പക്ഷെ ഒക്കെ ഒട്ടഞ്ഞല്ലേ. ഒരു രക്ഷയില്ല അല്ലേ. ടേസ്റ്റ് ചെയ്ത് നോക്കി, എങ്ങനെയുണ്ട് നോക്കി. നല്ല ബട്ടർ, അതിൻ്റെ നെയ്യും രണ്ടും കൂടെ ചേർന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ? അത് ടേസ്റ്റ് നോക്കി. അടിപൊളിയാ. ഓക്കെ ഓക്കെ.
അപ്പോൾ സംഗതി പൊളിച്ചു. ഇതിനിപ്പോൾ സെർവ് ചെയ്യാം. ഞാനൊരു പീസ് കഴിക്കില്ല, അതല്ലേ ഒറ്റ കിടക്കുക. അത് നല്ല ചൂടാണ്. ഇതെടുത്ത് കഴിക്കുക തന്നെ. ഇല്ല, ചെറുതായിട്ട് ഉപ്പ് മാത്രമേ കുറവുള്ളൂ. അത് കുഴപ്പമില്ല. ഞാൻ കഴിക്കുന്നുണ്ട്. എന്താ ചൂട്. അടിപൊളി. പഞ്ഞു പോലെ വന്നിട്ടുണ്ട്. കഴിച്ചോളൂ കഴിച്ചോളൂ. അതിലൊരു മസാല ഇങ്ങനെ എടുത്തിട്ട്. അപ്പോൾ അടുത്തതും കൂടെ എടുക്കുന്നുണ്ട്. ഇത് അപ്പുറത്തെ എൻ്റെ ഉള്ളതാണല്ലേ. ഇത് മാറ്റി വയ്ക്കാം. ഇതതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരുന്നോട്ടല്ലേ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ തട്ടിട്ട്. ഇതാണ് സ്പെഷ്യൽ മസാല ഇട്ട് അടിച്ചത്. ഇതാണ് മക്കളെ സ്പെഷ്യൽ മസാല. നല്ല ഇതപ്പോൾ എടുത്തേ ഉള്ളൂ. നല്ല ചൂടുണ്ട്. തിരിച്ചിടണമെന്നുണ്ടല്ലേ. ഉണ്ട് സ്പെഷ്യൽ ഐറ്റം. അത്രയും നമുക്ക് കിട്ടും. അയ്യോ വാട്ടറൊക്കെ ഉരുക്കിയിട്ട് കണ്ടില്ലേ. ഞാൻ ഒരു രക്ഷയില്ല. സാധനം പൊളിച്ച്. കളറ് കാണുമ്പോഴേ പൊളിച്ചിട്ടുണ്ട്. ഇതാണ് സ്പെഷ്യൽ മസാല. അതിനെ പറഞ്ഞില്ലേ സലാഡ്. ആ സലാഡും ആ ബട്ടറിനും ആ ചാറും കൂടെ അടിക്കുന്നുണ്ടല്ലോ. നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ. ഇതാണ് നമ്മളിന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സ്പെഷ്യൽ അനീച്ചേട്ട സ്പെഷ്യലാണ്. വേണ്ടില്ല ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഒരു പീസ് എടുക്കണ്ടേ. അടിപൊളി. അന്നത്തെ അതേ ടേസ്റ്റ്. അന്നത്തെ അതേ ടേസ്റ്റ് പറയാം. സൂപ്പർ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ.